ഗുഡ് ഈവനിങ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് 6th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി 6th യൂണിറ്റിൽ അങ്ങനെ പ്രോബ്ലംസ് വരുന്നില്ല. 7th യൂണിറ്റിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം 6th യൂണിറ്റ് തുടങ്ങാം. 6th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലേബറിനെ കുറിച്ചിട്ടാണ്. അപ്പം ലേബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലേബർ എന്താണെന്നുള്ളത് അല്ലേ? അപ്പൊ ലേബർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കമ്പനി ബേസ് ആകുമ്പോൾ ഇവിടുത്തെ വർക്കേഴ്സിനെയും പിന്നെ അതുപോലെ തന്നെ അവരുടെ വേജസ് സാലറീസ് ഒക്കെയാണ് നമ്മൾ ലേബർ എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള ലേബറും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഈ പോർഷൻസ് ഒക്കെ. അപ്പം നമുക്കിന്ന് ലേബറിനെ കുറിച്ചിട്ട് കൂടുതൽ വൈഡായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. അപ്പം ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ ഈസ് ദി ഹ്യൂമൻ എഫേർട്ട് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. For cost accounting, labor is divided into direct labor and indirect labor. കോസ്റ്റ് അക്കൗണ്ടിംഗ് ലേബറിനെ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ലേബറും സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ലേബറും. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്ന വർക്കേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാത്ത വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു വർക്കേഴ്സ് ഹു ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ വർക്കിംഗ് ഓൺ എ സ്പെസിഫിക് ജോബ്. അതിലെന്താ പറയുന്നത്? അവര് ഡയറക്ട്ലി എന്ത് ചെയ്യും? ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവർ ഡയറക്ട്ലി എന്താവുന്നുണ്ട്? ഇൻവോൾവ് ആവുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താവുന്നുണ്ട്? ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. ആ വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്ത്? വർക്കേഴ്സ് ഹു കൺവേർട്ട് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതായത് റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വരെ അതിന്റെ ഒരു കൺവേർഷൻ വരെ എന്തുണ്ട്? ആ വർക്കേഴ്സിനെയാണ് എന്തില്? ഡയറക്റ്റ് ലേബറിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതുപോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റൻസ്, പ്രിന്റിംഗ് പ്രസ് വർക്കേഴ്സ്, ഇവരൊക്കെ എന്താണ്? ഡയറക്റ്റ് ലേബർ ആണ്. കാരണം ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നില്ലേ? അപ്പം റോ മെറ്റീരിയൽ മുതൽ ആ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആവണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്തത് എന്താവില്ല? ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആവില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. പിന്നെ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഡയറക്റ്റ് ലേബറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ്, ക്യാൻ ബി ക്ലിയർലി ഐഡന്റിഫൈഡ് വിത്ത് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ ജോബ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമുക്ക് സ്പെസിഫിക് ജോബ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ എന്താ പറയുന്നത്? കോസ്റ്റ് വാരീസ് വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം പ്രൊഡക്ഷന്റെ ലെവൽ അനുസരിച്ചിട്ട് കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈസി ടു കൺട്രോൾ ആൻഡ് കാൽക്കുലേറ്റ് സിൻസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദി ഔട്ട്പുട്ട്. നമുക്ക് എന്താണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഈസിയാണ്. എന്തുകൊണ്ടാണ് ഈസി ആവാന്ന് പറയാൻ കാരണം എന്താണ്? പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി എന്താണ്? ഇൻവോൾവ് ആവുന്നതല്ലേ ഇത്. കാരണം ഡയറക്ട്ലി എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് നമുക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നത്. പിന്നെ വേജ് പെയ്ഡ് ടു സച്ച് വർക്കേഴ്സ് ഈക്വൽ ടു ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അവിടെ എന്താ പറയുന്നത്? അപ്പം ഇവർക്ക് കൊടുക്കുന്ന വേജസിന്, അതായത് ഈ വർക്കേഴ്സിന് നമ്മൾ പേ ചെയ്യുന്ന വേജസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. അത് എന്തിന്റെ പാർട്ടാണ്? എന്തിന്റെ ഭാഗമാണ്? പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? എല്ലാ ഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ എന്തെന്ന് പറയും? പ്രൈം കോസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ എന്തെന്ന് പറയും? ഓവർ ഹെഡ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസിനെ
എന്താ നമ്മൾ പറയുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇത് എന്തിന്റെ പാർട്ടാണ്? എന്തിന്റെ ഭാഗമാണെന്നാ പറഞ്ഞത്? പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ്. ഇനി സെക്കൻഡ് വന്നത് ഇൻഡയറക്റ്റ് ലേബർ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ലേബറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ്, നമ്മൾ ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നില്ല പ്രൊഡക്ഷന്റെ പ്രോസസ്സിൽ, അവർ എന്ത് ചെയ്യുന്നില്ല, ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്ത വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ വർക്കേഴ്സ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് സപ്പോർട്ട് ദി പ്രോസസ്സ്. എന്താവുന്നില്ല, അവര് ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നില്ല പ്രൊഡക്ഷന്റെ പ്രോസസ്സിൽ. ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്തവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സൂപ്പർവൈസേഴ്സ്, മെക്കാനിക്സ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്സ്, ക്ലീനേഴ്സ്, ടൈം കീപ്പേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പേഴ്സ്, ഇവരൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ലേബർ ആണ്. കാരണം സൂപ്പർവൈസർ ഒക്കെ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എറേഴ്സും വരാതെ നടന്നു പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവരെന്താവുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ലല്ലോ. അപ്പൊ അവരൊക്കെ എന്താണ്? അതിലെ ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ലേബറിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെ? ദെയർ വേജസ് ആർ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അവരുടെ വേജസ് നമ്മൾ എന്തായിട്ടാണ് പേ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ട്രീറ്റഡ് ആസ് ഓവർ ഹെഡ്. എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഓവർ ഹെഡ് ആയിട്ട്. പിന്നെ കനോട്ട് ബി ഡയറക്ട്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് ജോബ് ഓർ പ്രൊഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ നേരിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയൂല. അതുപോലെ തന്നെ അലോക്കേറ്റഡ് യൂസിങ് ലോജിക്കൽ മെത്തേഡ്സ് ടു ഡിഫറെന്റ് ജോബ്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോജിക്കൽ മെത്തേഡ്സ്, അതായത് അനുയോജ്യമായിട്ടുള്ള മെത്തേഡ്സിൽ ഡിഫറെന്റ് ജോബ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് അലോക്കേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ പറയുന്നത് ടൈം കീപ്പിംഗ് ആണ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കീപ്പിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് വെൻ എ വർക്കർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദി ഫാക്ടറി. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് വെൻ എ വർക്കർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദി ഫാക്ടറി. അതായത് നമ്മളെ ലേബേഴ്സ് ഫാക്ടറിയിൽ, അതായത് വർക്കേഴ്സ് ഫാക്ടറിയിൽ എൻ്റർ ചെയ്യുന്നത്, അതായത് പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു പോകുന്നതും എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നതും ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങി, ആ കമ്പനിയിൽ നമ്മൾ എപ്പോഴാണോ അതിൽ കമ്പനിയിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് എപ്പോഴാണോ തിരിച്ചു വരുന്നത്, ആ ഒരു ടൈം പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ട്രാക്ക് ദി ടോട്ടൽ ഹവേഴ്സ് വർക്ക്ഡ്. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ഹവർ, അതായത് ഒരു ലേബർ എത്ര മണിക്കൂർ വർക്ക് ചെയ്ത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറിയാനായിട്ട് കഴിയും. പിന്നെ കാൽക്കുലേറ്റ് വേജസ് എക്സ്പെഷ്യലി അണ്ടർ ടൈം റേറ്റ് സിസ്റ്റം. പിന്നെ ഡിറ്റർമിൻ റെഗുലർ ടൈം വിയസ് ഓവർ ടൈം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫോംസ് ഓഫ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിങ്ങിന്റെ ഫോംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? അറ്റൻഡൻസ് ടൈം. അപ്പൊ റെക്കോർഡ്സ് ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ഇൻ ദി ഫാക്ടറി യൂസ്ഡ് ഫോർ വേജ് കാൽക്കുലേഷൻ. അതിലെന്താ പറയുന്നത്? അറ്റൻഡൻസ് ടൈമിൽ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ഫാക്ടറിയിൽ ടോട്ടൽ ആകെ നമ്മൾ എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തത്, അപ്പം ആ ഒരു സ്പെൻഡ് ചെയ്ത ടൈം എന്തിനാ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? നമ്മുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ റെക്കോർഡ് ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ഇൻ ഫാക്ടറി. നമ്മൾ എത്ര സമയം, അതായത് ടോട്ടൽ എത്ര നമ്മൾ ആ ഹവേഴ്സ് ആ ഒരു ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്തു, അതാണ് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ വേജ് കാൽക്കുലേഷൻ. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? വേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണത്. അതായത് വേജ് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജോബ് ടൈം ആണ്. നമ്മൾ ഫോംസ് ഓഫ് ടൈം കീപ്പിംഗിൽ അറ്റൻഡൻസ് ടൈം പറഞ്ഞു. ഇനി ജോബ് ടൈം ആണ് പറയുന്നത്. ജോബ് ടൈം പറഞ്ഞാൽ എന്താ? റെക്കോർഡ്സ് ഹൗ മെനി ഹവേഴ്സ് ആർ സ്പെൻഡ് ഓൺ സ്പെസിഫിക് ജോബ്സ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് പെർ ജോബ്. ജോബ് ടൈം പറഞ്ഞാൽ നമ്മൾ ഓരോ ജോലിക്ക് ചെലവായിട്ടുള്ള സമയം. ഓക്കെ. റെക്കോർഡ്സ് ഹൗ മെനി ഹവേഴ്സ് ആർ സ്പെൻഡ് ഓൺ സ്പെസിഫിക് ജോബ്. ഓരോ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഹവേഴ്സ് അതെന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് പെർ ജോബ്. അപ്പൊ ലേബർ കോസ്റ്റ് കണക്കാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് അറ്റൻഡൻസ് ടൈമും ജോബ് ടൈമും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് പർപ്പസ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്. ടൈം കീപ്പിംഗിൽ നമ്മൾ അതിന്റെ ഫോംസ് പറഞ്ഞ് ഇനി
പർപ്പസ് ഓഫ് ടൈം കീപ്പിംഗ് ആണ് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളെ PDF തന്നെ ഒരു ഷോർട്ട് ഫോം ആക്കിയിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആണ്. എക്സാമിനൊക്കെ ഒന്ന് പെട്ടെന്ന് ക്യാച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് തന്നെ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, നിങ്ങളെ ഒരു ആ മെത്തേഡ് നിങ്ങൾ PDF ആ മെത്തേഡ് തന്നെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ മതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പർപ്പസ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ടൈം കീപ്പിംഗ് എന്നുള്ളത്. ഇനി അതില് പർപ്പസ് ആണ്. അതിന്റെ പർപ്പസ് ഉദ്ദേശങ്ങളാണ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട് എന്ത്, പ്രിപ്പയറിംഗ് പേറോൾ ആണ്. എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ടൈം കീപ്പിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിപ്പയറിംഗ് പേറോൾ. പേറോൾ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടൈം കീപ്പിംഗ്. പിന്നെ കാൽക്കുലേറ്റിംഗ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓർ സർവീസസ്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാന്, ലേബർ കോസ്റ്റ്, അതായത് ഓരോ യൂണിറ്റിന്റെയും ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ടൈം കീപ്പിംഗ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ അലോക്കേറ്റിംഗ് ഓവർ ഹെഡ്സ് കോസ്റ്റ്, ഓവർ ഹെഡിന്റെ കോസ്റ്റുകൾ എന്ത് ചെയ്യാന്, അലോക്കേറ്റ് ചെയ്യാന്. പിന്നെ നെക്സ്റ്റ് മെയിൻറ്റെയിനിങ് ലീഗൽ അറ്റൻഡൻസ് റെക്കോർഡ്, അതായത് നിയമപരമായിട്ടുള്ള അറ്റൻഡൻസ് റെക്കോർഡ് നമ്മൾക്ക് എന്ത് ചെയ്യാന്, സൂക്ഷിക്കാന്. പിന്നെ ഫിഫ്ത്ത് വൺ പറഞ്ഞാല് കൺട്രോൾ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേബർ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട്. മെഷറിംഗ് പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യാം, എന്താ പറയാ, ഉൽപാദനക്ഷമത നമ്മൾ എന്ത് ചെയ്യാം, മെഷർ ചെയ്യുക, അതായത് വിലയിരുത്താം. പിന്നെ സെവൻത്ത് പോയിന്റ് പ്രൊമോട്ടിംഗ് പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ, അതായത് സമയം നമ്മൾക്ക് എന്ത് ചെയ്യാണ്, ആ വർക്കർ നമ്മൾ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനും അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പേർപ്പസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ 3 മെത്തേഡ്സ് ആണ് നമുക്ക് പറയുന്നത്. ഫസ്റ്റ് ഹാൻഡ് റിട്ടൺ രജിസ്റ്റർ, ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്, മെക്കാനിക്കൽ ഓർ ക്ലോക്ക് കാർഡ് മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് വന്നത് ഹാൻഡ് റിട്ടൺ രജിസ്റ്റർ മെത്തേഡ് ആണ്. അതിൽ വർക്കേഴ്സ് സൈൻ എ രജിസ്റ്റർ വെൻ ദേ അറൈവ് ആൻഡ് ലീവ്. അതായത് വർക്കർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പനിക്ക് വർക്കർ വരുമ്പോഴും അതുപോലെ തന്നെ അവിടുന്ന് പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. ക്യാൻ ലീഡ് ടു ഫേക്ക് എൻട്രീസ്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്, ഹാൻഡ് റിട്ടൺ രജിസ്റ്ററിൽ വർക്കേഴ്സ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴും അതുപോലെ തന്നെ അവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്. ഈച്ച് വർക്കർ ഗെറ്റ് എ ടോക്കൺ, ദേ ഡ്രോപ്പ് ഇറ്റ് ഇൻ എ ബോക്സ് വെൻ ദേ അറൈവ്. ഓരോ വർക്കേഴ്സിനും നമ്മൾ എന്ത് കൊടുക്കും, ഒരു ടോക്കൺ കൊടുക്കും. അപ്പം അവരെത്തിക്കഴിഞ്ഞാൽ ആ ടോക്കൺ എന്ത് ചെയ്യണം, ഒരു ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ടൈം കീപ്പർ റെക്കോർഡ്സ് അറ്റൻഡൻസ്. ടൈം കീപ്പർ എന്ത് ചെയ്യണം, അറ്റൻഡൻസ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നീഡ് സൂപ്പർവിഷൻ. എന്തിനാവശ്യമുണ്ടത്, സൂപ്പർവിഷൻ അത് അത്യാവശ്യമാണ് അല്ലേ. കാരണം ഒരു ടോക്കൺ വെച്ചിട്ട് വന്ന ടൈമിൽ അവർ ആ ഒരു ബോക്സിൽ അത് ഡ്രോപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ അറ്റൻഡൻസ് എന്ത് ചെയ്യണം, ടൈം കീപ്പർ റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ തേർഡ് മെക്കാനിക്കൽ ഓർ ക്ലോക്ക് കാർഡ് മെത്തേഡ്. വർക്കേഴ്സ് യൂസ് ക്ലോക്ക് കാർഡ്സ് ടു പഞ്ച് ഇറ്റ് ഓർ ഔട്ട്. മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്, നമ്മളെ വർക്കേഴ്സ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോക്കിൽ വർക്കേഴ്സ് യൂസ് ക്ലോക്ക് കാർഡ് ടു പഞ്ച് ഇറ്റ് ഔട്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പഞ്ച് ചെയ്യുന്നുണ്ട് അതില്. കാരണം അവരെത്തിയ ടൈം എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ അതിൽ പഞ്ച് ചെയ്യും. പിന്നെ മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് സയന്റിഫിക് മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓർ ക്ലോക്ക് കാർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ടൈം കീപ്പിങ്ങിനുള്ളത്, എൻഷുവേഴ്സ് പങ്ക്ച്വാലിറ്റി ആൻഡ് ഐഡന്റിഫൈസ് ലേറ്റ് കമേഴ്സ്. എന്തൊക്കെയാണ്, അതായത് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, ഒരു സ്പെസിഫിക് ടൈമിൽ ഭയങ്കര ഒരു പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ. അപ്പം ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് എന്താണ്, എൻഷുവേഴ്സ് പങ്ക്ച്വാലിറ്റി ആൻഡ് ഐഡന്റിഫൈസ് ലേറ്റ് കമേഴ്സ്. അതായത് വർക്കേഴ്സിന്റെ പങ്ക്ച്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഉറപ്പാക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊമോട്ട്സ് ഡിസിപ്ലിൻ ആൻഡ് മൊറൽ. എന്ത് ചെയ്യുന്നുണ്ട്,
ഡിസിപ്ലിൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് റെഡ്യൂസ് ഐഡിൽ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട്. മെയിൻറ്റെയിൻ ടൈം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അസിസ്റ്റ് ഇൻ ആക്യുറേറ്റ് ലേബർ കോസ്റ്റ് കാൽക്കുലേഷന്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെയാണ് ടൈം കീപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈം ബുക്കിംഗ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ടൈം കീപ്പിംഗ് ആയിരുന്നു, ഇപ്പൊ പറയുന്നത് ടൈം ബുക്കിംഗ് ആണ്. ടൈം ബുക്കിംഗ് പറഞ്ഞാൽ എന്താ? ടൈം ബുക്കിംഗ് ഈസ് ദി സിസ്റ്റം യൂസ്ഡ് ടു റെക്കോർഡ് ഹൗ എ വർക്കേഴ്സ് ടൈം ഈസ് യൂട്ടിലൈസ്ഡ് ഇൻസൈഡ് ദി ഫാക്ടറി, ഓൺ വിച്ച് ജോബ്, പ്രോസസ് ഓർ ഓർഡർ, ആൻഡ് ഫോർ ഹൗ ലോങ്. അപ്പം ഇതിലെന്താ പറയുന്നത്? ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കേഴ്സ് ഒരു സിസ്റ്റമാണ് യൂസ്ഡ് ടു റെക്കോർഡ് ഹൗ വർക്കേഴ്സ് ടൈം ഈസ് യൂട്ടിലൈസ്ഡ്. അതായത് ഒരു ഫാക്ടറിന്റെ ഉള്ളിൽ വർക്കേഴ്സ് എങ്ങനെയാണ് അവരുടെ സമയം യൂട്ടിലൈസ്ഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യൂസ്ഡ് ടു റെക്കോർഡ് ഹൗ എ വർക്കേഴ്സ് ടൈം ഈസ് യൂട്ടിലൈസ്ഡ് ഇൻസൈഡ് ദ ഫാക്ടറി, ഓൺ വിച്ച് ജോബ്, പ്രോസസ് ഓർ ഓർഡർ, ആൻഡ് ഫോർ ഹൗ ലോങ്. അപ്പം എന്താ പറഞ്ഞത്? അവരുടെ സമയം അവരെങ്ങനെ ഏത് രീതിയിലാണ് അവർ യൂട്ടിലൈസ് ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? അൺലൈക്ക് ടൈം കീപ്പിംഗ് വിച്ച് ഷോസ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം, അതായത് ടൈം ബുക്കിംഗ് ഷോസ് വാട്ട് വർക്ക് വാസ് ഡൺ ഡ്യൂറിങ് ദാറ്റ് ടൈം. എന്താ പറയുന്നത്? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാല് എപ്പോഴാണ് ഫാക്ടറിയിൽ എത്തിയതും അവിടുന്ന് എപ്പോഴാണ് പോയതും. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അറിയാനാണ് എന്തെന്ന് പറയുന്നത്? ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് ടൈം ബുക്കിംഗ്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ടു കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, ഓർഡർ ഓർ പ്രോസസ്സ്. ഫസ്റ്റില് എന്തൊക്കെയാ പറയുന്നത്? ഓരോ ജോലിക്ക് അല്ലെങ്കിൽ ഓരോ ഓർഡറിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ടു ട്രാക്ക് ഇഫ് ടൈം ഈസ് ബീങ് വേസ്റ്റഡ്, അതായത് സമയം എന്താവുന്നുണ്ട്? സമയം വേസ്റ്റ് ആവുന്നുണ്ടോ? നമ്മുടെ കോസ്റ്റ് എല്ലാം എന്താവുന്നുണ്ട്? സമയത്തിനനുസരിച്ച് വേസ്റ്റ് ആവുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതായത് പരിശോധിക്കുന്നുണ്ട്, അത് വേസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടു ആക്സസ് ദി കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈമിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാനാണ് പിന്നെ അതിന്റെ പർപ്പസ്. പിന്നെ ടു എൻഷുർ എഫിഷ്യന്റ് യൂസ് ഓഫ് വർക്കേഴ്സ് ടൈം ഇൻ ദി ഫാക്ടറിയിൽ സമയം ഫാക്ടറിയിൽ കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ? എഫിഷ്യന്റ് യൂസ് ഓഫ് വർക്കേഴ്സ് ടൈം ഇൻ ദി ഫാക്ടറി അല്ലേ? അപ്പൊ വർക്കേഴ്സ് എഫിഷ്യന്റ് ആയിട്ട്, അതായത് ടൈം യൂസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പേർപ്പസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ് ആണ്. മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. അപ്പൊ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗിൽ പറയുന്നത്? ടൈം ബുക്കിംഗ് ക്യാൻ ബി ഡൺ മാനുവലി ഓർ മെക്കാനിക്കലി. എങ്ങനെയൊക്കെയാണ്? മാനുവലി ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കലും ആണ് അല്ലെ? ഇൻ ലാർജ് ഫാക്ടറീസ് ടൈം റെക്കോർഡ്സ് ക്ലോക്സ് ആർ യൂസ്ഡ് ടു ട്രാക്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഫോർ ഈച്ച് ജോബ് ഓൺ ജോബ് കാർഡ്സ്. അപ്പം അതിലെന്താ പറയുന്നത്? ലാർജ് ഫാക്ടറിയിലൊക്കെ ടൈം റെക്കോർഡിംഗ് ക്ലോക്സ് ആർ യൂസ്ഡ്. എങ്ങനെയാണ്? അതുപോലെ തന്നെ ട്രാക്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഓഫ് ഈച്ച് ജോബ് ഓൺ ജോബ് കാർഡ് അല്ലേ? ദ കോമൺ ടൈം ബുക്കിംഗ് മെത്തേഡ്സ് ആർ, ഏതാ ഫസ്റ്റ് വൺ വരുന്നത്? ഡെയിലി ടൈം ഷീറ്റ്, പിന്നെ വീക്കിലി ടൈം ഷീറ്റ്, ദെൻ നെക്സ്റ്റ് ജോബ് കാർഡ്. ഓക്കെ, അപ്പം ഇത്രയും മെത്തേഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ജോബ് കാർഡ്, ടൈം കാർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് നോക്കാം? ഡെയിലി ടൈം ഷീറ്റ് എന്താന്ന് നോക്കാം. അപ്പം ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഡെയിലി ടൈം ഷീറ്റ് പറഞ്ഞാൽ ദിസ് ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ദി ടൈം സ്പെൻഡ് ബൈ ഈച്ച് വർക്കർ ഓൺ ഡിഫറെന്റ് ജോബ്സ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ടൈം കാർഡ് എന്ന് പറയും കേട്ടോ. ഡെയിലി ടൈം ഷീറ്റിന് നമ്മൾ ടൈം കാർഡ് എന്നും പറയും. അപ്പൊ എന്താ പറയുന്നത്? കാരണം ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് കഴിയൂലേ? എന്താണ്? ഒരു ഡെയിലി റെക്കോർഡാണ് അല്ലേ? എന്ത്? ഒരു വർക്കർ അവരുടെ ഫാക്ടറിയിൽ പല പല ജോബ്സിനായിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കാനുള്ളൊരു ഡെയിലി റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്? ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം? വർക്കറിന്റെ നെയിം, അതുപോലെ തന്നെ ഓർഡർ ചെയ്ത വർക്കറിന്റെ ഓർഡർ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, പിന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഓഫ് ഈച്ച് ജോബ്. അപ്പം ഒരു ഫാക്ടറിയിൽ തന്നെ ഒരുപാട് ജോബ്സ് ഉണ്ടാവും. അപ്പം ഈ വർക്കർ ഇപ്പോ ബേസിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ക്ലീനിങ്, അതുപോലെ തന്നെ അതിന്റെ ഓരോ ഫ്ലോർ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടാവുമല്ലോ. അപ്പം അവര് ഓരോ വർക്കും, ഇപ്പൊ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ തന്നെ ആ വർക്ക് എപ്പോൾ എൻഡ് ചെയ്തു എന്ത് ചെയ്യണം? ഓരോ വർക്കിന്റെയും സ്റ്റാർട്ടും എൻഡ് ടൈം എന്ത് ചെയ്യണം? അറിയണം. പിന്നെ ടോട്ടൽ ടൈം സ്പെൻഡ്, ഇപ്പൊ എല്ലാതും കൂടി കൂട്ടിയിട്ട് എത്ര ടൈമാണ് ആ ഫാക്ടറിയിൽ ആ വർക്കർ സ്പെൻഡ് ചെയ്തത്, അത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിന്നെ റേറ്റ് പെർ ഹവർ, ഇപ്പം ഫാക്ടറിയിൽ സാലറി കൊടുക്കുന്ന ടൈമിൽ നമ്മള് വേജ് അനുസരിച്ചിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവര് ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 10 hours സ്പെൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അവറിന് ഒരു 100 റുപ്പി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അവറിന് 50 റുപ്പി വെച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ്. എക്സാമ്പിൾ പറയണേ, റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അവര് 10 അവർ വർക്ക് ചെയ്തു, ഒരു അവറിന് 50 വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അതാണ് റേറ്റ് പെർ അവർ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് വേജ് ഏൺഡ്, അവരെ എത്ര എമൗണ്ട് ആണ് നമ്മൾ വേജ് ആയിട്ട് കൊടുത്തിട്ട് അവർ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങൾ. ഇനി വീക്ക്ലി ടൈം ഷീറ്റ് എന്താ? ഇതിന്റെ ഒക്കെ ഒരു ഫോമാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ, മറ്റേ ടൈം ഷീറ്റിന്റെ ഒക്കെ. അപ്പം വീക്ക്ലി ടൈം ഷീറ്റ് പറഞ്ഞാൽ എന്താണ്? സിമിലർ ടു ഡെയിലി ടൈം ഷീറ്റ് ബട്ട് കവേഴ്സ് ആൻഡ് എൻറ്റയർ വീക്സ് റെക്കോർഡ്സ് ഫോർ ഈച്ച് വർക്കർ. വീക്കിലി ടൈം ഷീറ്റിൽ എന്താ പറയുന്നത്? ഏകദേശം നമ്മൾ ഡെയിലി ടൈം ഷീറ്റുമായിട്ട് ബേസ് ആണ്. പക്ഷെ ഇവരെങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നത്? വീക്ക്, അതായത് ഒരാഴ്ചയിലെ ഇൻഫർമേഷൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഓരോ വർക്കറിന്റെയും ഒരാഴ്ചയിലെ റെക്കോർഡാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതാണ് വീക്കിലി ടൈം ഷീറ്റ് എന്ന് പറയുന്നത്. മറ്റേ ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. വീക്കിലി ടൈം ഷീറ്റ് എന്ന് പറയുമ്പോൾ വീക്ക് ആയിട്ടാണ്, ഒരു വീക്കിലാണ് അവരെന്ത് ചെയ്ത് വെക്കുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജോബ് കാർഡ് ആണ്. ജോബ് കാർഡ് പറഞ്ഞാൽ എന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് മസ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ജോബ് കാർഡൊക്കെ. അപ്പൊ എങ്ങനെയാലും പഠിക്കുക. അപ്പൊ ജോബ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ ജോബ് കാർഡ് ഈസ് എ ക്രിയേറ്റഡ് ഫോർ ഈച്ച് സ്പെസിഫിക് ജോബ്. ജോബ് കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ജോബിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓർ ഓപ്പറേഷൻ ഇറ്റ് റെക്കോർഡ്. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ടൈം ടേക്കൺ ബൈ ഡിഫറെന്റ് വർക്കേഴ്സ്. അപ്പം ഓരോ വർക്കേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? എത്ര ടൈം എടുത്തു ഒരു സ്പെസിഫിക് ജോബ് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു, അത് റെക്കോർഡ് ചെയ്യണം. പിന്നെ ടൈപ്പ് ഓഫ് വർക്ക് ഡൺ, ഏതൊക്കെ തരത്തിലുള്ള ജോലിയാണ് നമ്മൾ ചെയ്തത്, അപ്പം അതിൻ്റെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ടൈം, അപ്പോൾ അത് നമ്മൾ എത്ര ടൈം എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര താമസം എടുത്തു അതൊന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് വേജ്, റേറ്റ് ആൻഡ് കോസ്റ്റ്, അതെല്ലാം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇനി ജോബ് കാർഡ് യൂസ്ഡ് ടു, എന്തിനൊക്കെയാണ് ജോബ് കാർഡ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കാൽക്കുലേറ്റ് ദി എക്സാക്ട് ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഓൺ എ ജോബ്. എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? ലേബേഴ്സിന്റെ ജോലിക്ക് ചെലവായിട്ടുള്ള കറക്റ്റ് സമയം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അലോക്കേറ്റ് വേജസ് അക്യുറേറ്റ്ലി ടു ജോബ്സ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. അതിലെന്താ? ഇപ്പൊ വേജസ് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട്, അതായത് ശരിയായ ജോബിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മള് ആക്യുറേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് ഓതറൈസ് വർക്കേഴ്സ് ടു ക്യാരി ഔട്ട് അസൈൻഡ് ടാസ്ക്, അതായത് നമുക്ക് കൊടുത്തിട്ടുള്ള
ജോലി നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ജോബ്സ് അവർക്ക് എങ്ങനെ, ഇപ്പം ഒരു സ്പെസിഫിക് എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് ജോബിൽ എന്താണ് ഭയങ്കര എക്സ്പെർട്ടൈസ് ആണ്. അപ്പം അയാൾക്ക് അതിനെ കുറിച്ചിട്ട് എന്തുണ്ട്, ഫുൾ ബേസ് ആണ്, അയാൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അയാൾ എന്തായത് അതിൽ എക്സ്പെർട്ട് ആയത്. അപ്പം ഇതിലെന്താ പറയുന്നത്, ഓതറൈസ് വർക്കേഴ്സ് ടു ക്യാരി ഔട്ട് അസൈൻഡ് ടാസ്ക്, ഓരോ ടാസ്ക് അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഓതറൈസ്, അതായത് വർക്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ലേബർ ടൈം പെർ ജോബ്. ഓരോ ജോബിനും നമ്മൾ ഓരോ ലേബർ ടൈം ഉണ്ടല്ലോ, ഓരോ ജോബ് അനുസരിച്ച് അതിന്റെ ലേബർ ടൈം എന്ത് ചെയ്ത് വെക്കണം, കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അതിന്റെ റെക്കോർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത്രയാണ് അതിന്റെ യൂസസ് എന്ന് പറഞ്ഞാല്. ഇനി ടൈം കാർഡ് vs ജോബ് കാർഡ്, അത് ഞാനൊന്ന് സിമ്പിൾ ആക്കിയിട്ടൊന്ന് എഴുതിയതാണ്. അപ്പം ടൈം കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റെക്കോർഡ് ഹൗ വർക്കർ സ്പെൻഡ് ടൈം. ഒരു വർക്കർ അവരുടെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് ടൈം കാർഡ് പറഞ്ഞാല്. അവരെ എന്ത് ബേസ് ചെയ്തിട്ടാണ്, വർക്ക് വൈസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ടൈം കാർഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ജോബ് കാർഡ് പറഞ്ഞാൽ റെക്കോർഡ്സ് ഹു വർക്ക്ഡ് ഓൺ എ സ്പെസിഫിക് ജോബ്. എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത വർക്കർ ഉണ്ടത്. അപ്പം ജോബ് വൈസിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക, ജോബ് കാർഡ്. ഓക്കെ അല്ലേ. ഇത് നെക്സ്റ്റ് പറയുന്നത് പേറോൾ ആണ്. പേറോൾ അക്കൗണ്ടിങ്. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ, പേറോൾ അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ദി സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് ദി വേജസ് ടു ബി പെയ്ഡ് ടു വർക്കേഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ദി വേജസ് ഷീറ്റ്. അപ്പം അതിലെന്താ പറയുന്നത്, പേറോൾ പറഞ്ഞാല്, പേറോൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം എന്ത് ചെയ്യാ, നമ്മള് വേജസ് ഒക്കെ എന്ത് ചെയ്യാ, കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല്, നമ്മൾ ലേബേഴ്സിന് കൊടുക്കേണ്ട വേജസ് കണക്കാക്കിയിട്ട് അതിന്റെ എന്താ പറയാ, വേജ് ഷീറ്റിന് നമ്മൾ എന്തെന്ന് പറയും, പേറോൾ എന്ന് പറയും. കണ്ടില്ലേ. അപ്പം വേജ് ഷീറ്റ് എന്ത് ചെയ്യാ, പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല്. ഒന്നും കൂടി പറയാം, പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് ലേബേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട വേജസ് കണക്കാക്കിയിട്ട് നമ്മൾ എന്തായി പ്രിപ്പയർ ചെയ്യണം, ഒരു വേജ് ഷീറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് കാൽക്കുലേറ്റിംഗ് ഗ്രോസ് വേജസ്. അതിൽ എന്ത് ഇൻക്ലൂഡ് ആണ്, ഗ്രോസ് വേജസ്. ഗ്രോസ് വേജസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അത് അതിൽ ഇൻക്ലൂഡ് ആണ്. ഇനി പിന്നെ നെക്സ്റ്റ് പറയുന്നത് മേക്കിംഗ് ആൾ നെസസറി ഡിഡക്ഷൻസ്. പിന്നെന്താ, ഡിറ്റർമൈനിങ് ദി നെറ്റ് വേജസ്, ഫൈനൽ എമൗണ്ട് പെയ്ഡ് ടു ദി വർക്കേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്, കാൽക്കുലേറ്റിംഗ് ഗ്രോസ് വേജസ്. ഗ്രോസ് വേജസിനെ കുറിച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് എന്ത് വേണം, നമ്മളെ പേറോളിൽ എന്ത് വേണം, ഇൻക്ലൂഡ് ആവണം. പിന്നെ ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഗ്രോസ് വേജസ് കേട്ടോ, അതായത് ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് നമുക്കൊരു ഗ്രോസ് വേജ് കിട്ടുമല്ലോ, അതാണ് നമ്മൾ ടോട്ടലൈസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗ്രോസ് വേജ്. അതാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, പേറോളിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റിംഗ് ആൾ നെസസറി ഡിഡക്ഷൻസ്, മേക്കിംഗ് ആൾ നെസസറി ഡിഡക്ഷൻസ്, എല്ലാ ഡിഡക്ഷൻസ് എന്ത് ചെയ്യണം. പിന്നെ ഡിറ്റർമൈനിങ് ദി നെറ്റ് വേജസ്, ഫൈനൽ എമൗണ്ട് പെയ്ഡ് ടു ദി വർക്കേഴ്സ്. ഇത്രയാണ് അതിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് വേജസ്. വേജസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ട് പറയുന്നത്. വേജസ് ക്യാൻ ബി കാൽക്കുലേറ്റ് ഇൻ ടു വേസ്. രണ്ട് വേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ടൈം വേജ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ പീസ് വേജ് സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റമാണ് നമ്മൾ എന്ത് വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. ടൈം വേജ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു വേജ് റേറ്റ് പെർ ഹവർ പ്ലസ് ഓവർ ടൈം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ടോട്ടൽ അവർ വർക്ക്ഡ്, അതായത് നമ്മൾ എത്ര സമയം വർക്ക് ചെയ്തു, ഇൻറ്റു വേജ് റേറ്റ് പെർ ഹവർ, അതായത് ഒരു മണിക്കൂറിന് എത്ര റേറ്റ് ആണ് ഒരു വേജിന് കിട്ടുന്നത്, പ്ലസ് ഓവർ ടൈം. ഇനി നമ്മൾ ഓവർ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടൈം വേജ് സിസ്റ്റം കിട്ടും. ഇനി പീസ് വേജ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ടൈം വേജ് സിസ്റ്റം ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ
ഒരു കോളേജിൽ ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറഞ്ഞാൽ അവര് എത്ര ടൈം എടുക്കുന്നു. കാരണം ടീച്ചേഴ്സിന് ഇപ്പോൾ 5 പീരീഡ് ആണ്. 5 പീരീഡ്സിൽ അവര് ഓരോ ഹവർ വെച്ചിട്ടാണ് അവരൊരു പീരീഡ് എടുക്കുന്നത്. അപ്പം ഒരു ദിവസം അവർ 5 പീരീഡ്, അപ്പൊ നമുക്ക് അവർക്ക് 5 അവർ ആയിക്കാരം. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. അതാണ് നമ്മളെ ടൈം വേജ് സിസ്റ്റത്തിൽ എക്സാമ്പിൾ. ഇനി പീസ് വേജ് സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പം അവരുടെ വേജസ് എന്ന് പറയുന്നത് അവർ എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് എന്നതിനെ ബേസ് ചെയ്തിട്ടേക്കാരം അവർ വേജ് എന്ന് പറയുന്നത്. അതാണ് പീസ് വേജസിലെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ. അപ്പം എന്താണ് പീസ് വേജ് സിസ്റ്റം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സോപ്പിന്റെ കേസ് പറയുന്നത് നമ്മളിപ്പോൾ എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു ഇന്റെ റേറ്റ് പെർ യൂണിറ്റ്. അപ്പം ഒരു സോപ്പിന് എത്ര, അപ്പം നമ്മൾ ടോട്ടൽ എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു ഒരു സോപ്പിന്റെ പ്രൈസ്, അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പീസ് വേജ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് വേജ് ഇൻക്ലൂഡ്, അതായത് ഗ്രോസ് വേജസിലെ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഫൈൻസ് ഓർ ഡിഡക്ഷൻ ഫോർ ആബ്സെൻസ്, അതായത് എന്തെങ്കിലും ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫൈൻ അതുപോലെ തന്നെ ഡിഡക്ഷൻ അനുസരിച്ചിട്ടുള്ള കുറവ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ആവുന്നു. പിന്നെ ഡാമേജസ് ഓർ ലോസസ് കോസ്ഡ്, പിന്നെ ഹൗസ് റെന്റ് ഓർ സർവീസ് ചാർജസ്, ലോൺ ഓർ അഡ്വാൻസ് റീപേയ്മെന്റ്സ്, ഇൻകം ടാക്സ്, പ്രൊവിഡന്റ് ഫണ്ട്, വെൽഫെയർ ഫണ്ട്, ഇതെല്ലാം നിങ്ങളും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതിയേ. നമ്മളെ ഗ്രോസ് വേജസിൽ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ഇതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ മതി. ഇനി പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്, ഒരു വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പറയാൻ പോണത്. ഇനി നമ്മൾ വേജ് ഷീറ്റിന് നമ്മൾ പേറോൾ എന്നും കൂടി പറയും, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാൻ പോണത്. അപ്പം എ വേജ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ് വർക്കേഴ്സ് നെയിം, ഡിപ്പാർട്ട്മെന്റ്, ടോക്കൺ നമ്പർ. വേജ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആവണം? വർക്ക് ചെയ്യുന്നവരുടെ പേര്, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അത്, അവരുടെ ടോക്കൺ നമ്പർ, ഇനി ഹവേഴ്സ് വർക്ക്ഡ്, അവർ എത്ര ഹവർ ആണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തത്, ഓവർ ടൈം ഹവേഴ്സ്, ഇനിയിപ്പോൾ അവർ കൂടുതൽ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടോ, അതെന്താണ് നമ്മൾ ഓവർ ടൈം ആയിട്ട് കാണുമല്ലോ, അപ്പം അത് എത്ര ടൈമാണ്. ഇനി ബോണസ് ഏൺഡ്, അയാള് ആ വർക്കർ ഇതുവരെ വർക്ക് ചെയ്തിട്ട് എത്ര ബോണസ് ആണ് ഏൺ ചെയ്തിട്ടുള്ളത്, വേജ് റേറ്റ്, അതുപോലെ തന്നെ ഗ്രോസ് വേജസ്, ഡിഡക്ഷൻസ്, നെറ്റ് വേജ് പേയബിൾ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവേണ്ടത്. വേജ് ഷീറ്റിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫീച്ചേഴ്സിൽ സെപ്പറേറ്റ് പേറോൾസ് മേ ബി മെയ്ഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിനെന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിഫറെന്റ് ആയിട്ട് പേറോൾ എന്ത് ചെയ്യും? ഉണ്ടാകും. പിന്നെ മസ്റ്റ് ബി വെരിഫൈഡ് പ്രോപ്പർലി ടു അവോയ്ഡ് ഫ്രോഡ്, അതായത് ഫ്രോഡ് എല്ലാം, അതായത് എററൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നമ്മളിത് വെരിഫൈ, അതായത് പരിശോധിക്കണം. അതിന് കറക്റ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പരിശോധിച്ച് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് പേ സ്ലിപ്സ്, നമ്മൾ തയ്യാറാക്കാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് പേ സ്ലിപ്സ്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് പേറോളിന്റെ പറഞ്ഞത്. പേറോൾ അല്ലെങ്കിൽ വേജ് ഷീറ്റ്. ഇനി പർപ്പസ് ഓഫ് പേറോൾ അക്കൗണ്ടിങ്, അതിന്റെ പർപ്പസ് ആണ് കേട്ടോ പറയുന്നത്. പർപ്പസ് എന്തൊക്കെയാ പറയുന്നത്? പ്രൊവൈഡ് ഡാറ്റ ഫോർ കോസ്റ്റ് കൺട്രോൾ. എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈൻ എക്സാക്ട് വേജസ് പേയബിൾ ടു ഈച്ച് വർക്കർ, ഓരോ വർക്കേഴ്സിനും കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള വേജ് അവരെന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോ ടോട്ടൽ വേജ് ഡിപ്പാർട്ട്മെന്റ് വൈസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ടോട്ടൽ വേജ് അറിയാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? പ്രിവെൻസ് ഫ്രോഡ് ഓർ എറേഴ്സ് ഇൻ വേജ് കാൽക്കുലേഷൻ. വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്രോഡ്സും എറേഴ്സും ഒന്നും വരാതെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എനേബിൾസ് പേ സ്ലിപ്സ് ജനറേഷൻ വിത്ത് ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ, അതായത് നമ്മൾ പേ സ്ലിപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം ഒരു പുതിയൊരു
പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആണ് അതിന്റെ പർപ്പസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഐഡിൽ ടൈം ആണ്. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിൽ ടൈം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടൈം എ വർക്കർ ഈസ് പെയ്ഡ് ഫോർ ആൻഡ് ദി ടൈം ആക്ച്വലി സ്പെൻഡ് ഓൺ പ്രൊഡക്ഷൻ. എന്താണ് ഐഡിൽ ടൈം എന്ന് പറഞ്ഞാല്? ഐഡിൽ ടൈം എന്ന് പറയുന്നത് നമ്മളെ ലേബേഴ്സിന് വേജസ് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആക്ച്വലി പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇത് ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിലും തൊഴിലാളികൾക്ക് എന്ത്, അതായത് ലേബേഴ്സിന് എന്ത്, ലേബേഴ്സിന് വേജസ് അതായത് ക്യാഷ് കൊടുക്കേണ്ട സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഐഡിൽ ടൈം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടൈം എ വർക്കർ ഈസ് പെയ്ഡ് ഫോർ and the time actually spent on production. In simple words, it is the time the worker is paid but no actual work is done. ഓക്കെ അല്ലേ പറഞ്ഞത്? ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന് വേജസ് നൽകുന്ന സമയത്തും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തുള്ള ഡിഫറൻസ് ആണ് ഐഡിൽ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിലും ലേബേഴ്സിന് പണം കൊടുക്കേണ്ട സമയം, ഇപ്പം സാലറിന്റെ ബേസ് പറയുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനിയിലും 1 മന്തിനാണ് അവരുടെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് എമൗണ്ട്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയി കാരണം അവർക്ക് സാലറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അതാണ് ഐഡിൽ ടൈം എന്ന് പറഞ്ഞാല്. പിന്നെന്താ പറയുന്നത്, this is considered as waste of resources and cost accountant need to control it effectively. ഇത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? വേസ്റ്റ് ഓഫ് റിസോഴ്സസ് അല്ലേ? വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കോസ്റ്റ് അക്കൗണ്ടന്റ് നീഡ് ടു കൺട്രോൾ ഇറ്റ് എഫക്റ്റീവ്ലി. ഒരു കാര്യക്ഷമമായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ടിന് കഴിയണം. ഇനി ടൈപ്സ് ഓഫ് ഐഡിൽ ടൈം. ടൈപ്സ് ഓഫ് ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? നോർമൽ ഐഡിൽ ടൈമും അബ്നോർമൽ ഐഡിൽ ടൈമും. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻസ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺസ്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ നോർമലും അബ്നോർമലും ഒക്കെ ലോസസ് ആയിരുന്നു അവിടെ. ഇവിടെ ഐഡിൽ ടൈം ആണ്. അപ്പൊ നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത്, അതൊരു അൺഅവോയ്ഡബിൾ റീസൺസ് ആണ് അല്ലേ? ഹാപ്പൻസ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺസ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, നോർമൽ ആയിട്ട്, അതായത് അൺഅവോയ്ഡബിൾ റീസൺസ്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ടീ ബ്രേക്സ്, മെഷീൻ സെറ്റപ്പ് ടൈം, ഷിഫ്റ്റ് ചേഞ്ചസ്. എന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞത്? അപ്പം നമ്മളൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ബ്രേക്സ് വരും. ലഞ്ച് ബ്രേക്ക് വരും, ടീ ബ്രേക്ക് വരും. അത് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള റീസൺസ് അല്ലേ? കമ്പനിയിൽ ഒരു ഫിക്സ്ഡ് ടൈമിൽ ഉണ്ടാവും ലഞ്ച് ബ്രേക്സ് ഒക്കെ. അതൊക്കെ ആ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോൾ അതിലുള്ള ടൈംസ് ആണ്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയൂല. അതിനൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻസ് ഡ്യൂ ടു അവോയ്ഡബിൾ ഓർ അൺഎക്സ്പെക്റ്റഡ് ഇഷ്യൂസ്. എങ്ങനെയാ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്, അതൊക്കെയാണ് എന്ത്, അബ്നോർമൽ ഐഡിൽ ടൈമിൽ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മെഷീൻ ബ്രേക്ക് ഡൗൺ, പവർ ഫെയിലിയർ, ലാക്ക് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. എന്താവാ, മെഷീൻസിന്റെ ബ്രേക്ക് ഡൗൺ വന്നാല്, കാരണം നമ്മള് മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർലി അതിന്റെ സ്പെയർ പാർട്സ് അതുപോലെ തന്നെ ഓയിലിംഗ് എല്ലാം ചെയ്താൽ എന്ത് ഒഴിവാക്കാനായിട്ട് കഴിയും, മെഷീന്റെ ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാനായിട്ട് കഴിയൂലേ? ഇത് എന്താണ്, ഒരു അവോയ്ഡബിൾ ആയിട്ടുള്ള
റീസൺ ആണ്. പിന്നെ പവർ ഫെയിലിയർ, ലാക്ക് ഓഫ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോസസ് ഓഫ് ഐഡിൽ ടൈം. ഐഡിൽ ടൈമിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഐഡിൽ ടൈം ഉണ്ടാവാൻ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് പറയുന്നത് പ്രൊഡക്റ്റീവ് ഓർ ഓപ്പറേഷണൽ കോസസ്, സെക്കൻഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, തേർഡ് വൺ എക്കണോമിക് ഓർ എക്സ്റ്റേണൽ കോസസ്. ഇങ്ങനെ മൂന്ന് കാറ്റഗറൈസ് ആക്കി പറയുന്നുണ്ട് ഐഡിൽ ടൈമിനെ. അതിൽ ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റീവ് ഓർ ഓപ്പറേഷണൽ കോസസിൽ ഏതൊക്കെയാണ് ഇൻവോൾവ് ആവുന്നതെന്ന് പറയാം. ഫസ്റ്റ് എന്താ പറയുന്നത്, മെഷീൻ ബ്രേക്ക് ഡൗൺസ്. അതെന്താണ്, പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസസിൽ എന്താണ് ഇൻവോൾവ് ആവുന്ന കാര്യമാണ് മെഷീൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ പവർ ഫെയിലിയർ, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് എന്തായി, കുറഞ്ഞു പോയി, അവിടെ എന്ത് വന്നു, ഷോർട്ടേജ് വന്നു. അപ്പൊ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, ടൂൾസ് നോട്ട് അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്, അവൈലബിൾ ആയിട്ടല്ലാത്ത ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാ സമയത്തും നമുക്ക് എന്ത് കിട്ടിക്കോളണം എന്നില്ല, അതൊരു പ്രശ്നമാവാം. പിന്നെ ഡിലേ ഇൻ ഇഷ്യൂയിങ് വർക്ക് ഓർഡേഴ്സ്, വർക്ക് ഓർഡർ ചെയ്യുന്നതിൽ നമ്മൾക്ക് വരുന്ന കാലതാമസം. പിന്നെ വെയിറ്റിംഗ് ഫോർ ഇൻസ്പെക്ഷൻ. പിന്നെ പുവർ ഷെഡ്യൂളിംഗ് ഓർ ജോബ് പ്രിപ്പറേഷൻ ഡിലേ, ചേഞ്ചിങ് ഇൻ ഡിസൈൻ ഓർ സ്പെസിഫിക്കേഷൻസ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓവർലാപ്പിംഗ് ഓപ്പറേഷൻസ് നോട്ട് കംപ്ലീറ്റഡ്, ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസസിൽ പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് പറഞ്ഞാൽ എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയാ, നമ്മുടെ കമ്പനീന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാരണങ്ങളാണ് ഇനി പറയുന്നത്. അപ്പം അത് എന്താ പറയുന്നത്, ഡിലേ ഇൻ ജോബ് അസൈൻമെന്റ്സ്. ജോബിന്റെ അസൈൻമെന്റ്സ് ഒക്കെ എന്താവാ, ഡിലേ ചെയ്യുന്നതാണ് ഫസ്റ്റ് കോസ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആബ്സെൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഓർ ഡിസിഷൻ മേക്കേഴ്സ്. ആ ഒരു സ്പെസിഫിക് ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു ജോബിൽ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിന്റെയും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സിന്റെയും ആബ്സെൻസ് കാരണം, അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് പുവർ ലേബർ ഡെവലപ്മെന്റ്. നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ലേബർ ഡെവലപ്മെന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാനോ അല്ലെങ്കിൽ വെൽ നോളജ്ഡ് ആക്കാനോ നമുക്ക് കഴിയില്ല. അപ്പൊ പുവർ ലേബർ ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു കോസസ് ആണ് അതില്. പിന്നെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽസ്. അപ്പൊ കുറെ ടൈം വെയിറ്റിംഗ് ഫോർ അപ്രൂവൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അപ്രൂവൽ കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടൈം എന്ത് ചെയ്യാണ്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോസസ് ആണ്. ഇൻഎഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, ലേബർ ഷെഡ്യൂളിംഗ് എറേഴ്സ്. അപ്പോൾ ഇത്രയാണ് എന്തിൽ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഓർ എക്സ്റ്റേണൽ കോസസ് ആണ്. എക്കണോമിക് ഓർ എക്സ്റ്റേണൽ കോസസ് അപ്പം ഇതിലെന്താണ്, ലേബർ സ്ട്രൈക്സ് ഓർ ലോക്കൗട്ട്സ്. അതായത് നമ്മളെ ലേബേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, സമരം ചെയ്യുക. അതൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളെ ആ ഒരു കമ്പനിക്ക് നെഗറ്റീവ് ഇമേജ് ആണ് ലേബേഴ്സിന്റെ സ്ട്രൈക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ. പിന്നെ ഷോർട്ടേജ് ഓഫ് മാൻ പവർ, നമ്മളെ ലേബേഴ്സിന്റെ അതായത് തൊഴിലാളികളുടെ കുറവ്. പിന്നെ ട്രാൻസ്പോർട്ട് ഡിലേസ്, നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ ട്രാഫിക്സ്, അതുപോലെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് വർക്ക് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്പോർട്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെതർ കണ്ടീഷൻസ് ഒന്നും നമ്മൾ ഒരിക്കലും മുൻകൂട്ടി പറയാൻ കഴിയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരിക്കും വെതർ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എക്കണോമിക് സ്ലോ ഡൗൺ, മാർക്കറ്റ് ഡിമാൻഡ് ഡിക്ലൈൻ, സീസണൽ സ്റ്റോപ്പേജ്, ഗവൺമെന്റ് റെഗുലേഷൻസ്. അപ്പം എല്ലാത്തിലും ഒരു 5 പോയിന്റ്സ് വീതം എന്ത് ചെയ്യുക, ഒന്നൊന്ന് നോക്കി വെക്കുക. ഈ മൂന്ന് കാറ്റഗറൈസിലും 5 പോയിന്റ്സ് വീതെങ്കിലും ഒന്നൊന്ന് നോക്കി വെക്കാം, എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസസ് ആണല്ലേ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിട്ട് വരുന്നത്, അതായത് മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ടൂൾസിൻ്റെത്, അതുപോലെ ഓരോ സ്പെസിഫിക്കേഷൻസ്, സൂപ്പർവിഷൻ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സോറി
അതൊക്കെ എന്തിൽ വരുന്നത്, പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റസിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി അപ്രൂവൽസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്കണോമിക് കോസ്റ്റസിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ലേബേഴ്സിന്റെ സ്ട്രൈക്സ്, അതുപോലെ തന്നെ മാൻ പവറിന്റെ ഷോർട്ടേജ്, ട്രാൻസ്പോർട്ടിന്റെ ഡിലേസ്. അപ്പം 2-3 പോയിന്റ്സ്, ഒരു 5 പോയിന്റ്സ് വരെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് പറയുന്നത് കൺട്രോൾ ഓഫ് ഐഡിൽ ടൈം. നമ്മൾ എങ്ങനെയാണ് ഐഡിൽ ടൈം കൺട്രോൾ ചെയ്യുന്നത്, അതിന് 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ടു റെഡ്യൂസ് ഐഡിൽ ടൈം, ഫസ്റ്റ് എന്താണ്, അസൈൻ ക്ലിയർ റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഈച്ച് സ്റ്റേജ്. അപ്പം ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരവാദിത്തത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, അത് നിശ്ചയിക്കണം. ഓരോ ഐഡിൽ ടൈം തന്നാൽ ആ ഒരു ടൈമിൽ ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റിയോടെ നമ്മൾ എന്ത് ചെയ്യണം, അത് നിശ്ചയിക്കണം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡ്യൂസ് പ്രിവെന്റീവ് മെഷീൻ മെയിൻ്റനൻസ്. മെഷീനുകൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യണം, കെയർ, അതായത് മെയിൻ്റനൻസ് എന്ത് ചെയ്യണം, ഏർപ്പെടുത്തണം. ദെൻ നെക്സ്റ്റ് മെയിൻറ്റെയിൻ അഡ്വക്കേറ്റ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്. മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, അഡ്വക്കേറ്റ് ആയിട്ട്, അതായത് വേണ്ട അത്ര സ്റ്റോക്ക് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കണം. പിന്നെ പ്ലാൻ വർക്ക് ഇൻ അഡ്വാൻസ് വിത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്. ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മളെ പ്ലാൻസ് എന്ത് ചെയ്യണം, ജോലികൾ നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യുക, അത് ഓരോ ജോലിക്കും ഇന്ന പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊട്ട് ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. അപ്പം ഓരോ ജോബിനും നമ്മൾ ആദ്യം മുൻകൂട്ടിയിട്ട് ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് മോണിറ്റർ ഐഡിൽ ടൈം റെഗുലർലി ആൻഡ് ഫിക്സ് ഇഷ്യൂസ് ക്വിക്ക്ലി. അതിൽ ഐഡിൽ ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ വിലയിരുത്തണം. ആ ഒരു ഐഡിൽ ടൈമിനെ വിലയിരുത്തണം. ഇത്രയാണ് അതിന്റെ കൺട്രോൾ ഓഫ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഐഡിൽ ടൈം കോസ്റ്റിംഗ് അക്കൗണ്ട്സ്. ഇതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. അതില് ഫസ്റ്റ് എന്താ പറയുന്നത്, നോർമൽ ആൻഡ് കൺട്രോളബിൾ ഐഡിൽ ടൈം അല്ലേ, നോർമൽ ആൻഡ് കൺട്രോളബിൾ ഐഡിൽ ടൈം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് നോർമൽ ബട്ട് അൺകൺട്രോളബിൾ ഐഡിൽ ടൈം. തേർഡ് അബ്നോർമൽ ഐഡിൽ ടൈം. ഇങ്ങനെ 3 പോയിന്റ്സ് ആണ് ട്രീറ്റ്മെന്റ് ഓഫ് ഐഡിൽ ടൈമിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്തായിരുന്നു, നോർമൽ ആൻഡ് കൺട്രോളബിൾ ഐഡിൽ ടൈം. അതിലെന്താ പറയുന്നത്, ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ് അല്ലേ, അതെന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് നമ്മൾ നോർമൽ ഐഡിൽ ടൈമിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വന്നത് എന്താണ്, നോർമൽ ബട്ട് അൺകൺട്രോളബിൾ. നോർമൽ ആണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഐഡിൽ ടൈം ആണല്ലേ. ചാർജ്ഡ് ടു ജോബ്സ് ബൈ ഇൻക്രീസിങ് വേജ് റേറ്റ്. അതെന്താ ചെയ്യുന്നത്, ജോബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യണത് അല്ലേ. അതുപോലെ തന്നെ വേജസിന്റെ നിരക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അബ്നോർമൽ ഐഡിൽ ടൈം. അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എവിടെയാണ് അത് ചാർജ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചാർജ് ചെയ്യുന്നുണ്ട്, അതായത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഐഡിൽ ടൈമിന്റെ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓവർ ടൈം എന്താണ്. അപ്പം എന്താവും, നമ്മള് ഒരു ഫാക്ടറിയിലെ ഓവർ ടൈം എന്ന് പറഞ്ഞാല് ഒരു വർക്കർ കൊടുത്തിട്ടുള്ള, അപ്പം അവരുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്, അതായത് ഫിക്സ്ഡ് ആയിട്ട് ടൈം ഉണ്ടാവുമല്ലോ ഫാക്ടറിക്ക്, ഇത്ര വർക്കേഴ്സ് ഇത്ര ടൈമിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്ന ആ ഒരു ഹവർ, ഇപ്പൊ ഒരു ബേസിക്കലി ഒരു 12 അവർ. കൂടുതൽ കമ്പനീസും കേട്ടിട്ടുള്ളത് 12 അവർ അല്ലെങ്കിൽ 10 അവർ, അതൊക്കെയാണ് അവരുടെ വർക്കിംഗ് ടൈം ആയിട്ട് പറയുന്നത്. അപ്പം ഒരു വർക്കർ 10 അവർ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടൈം, സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു 12 അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ എന്തായിട്ട് പറയില്ലേ, ഓവർ ടൈം ആയിട്ട് പറയില്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം, ഓവർ ടൈം റെഫേഴ്സ് ടു ദി എക്സ്ട്രാ ഹവേഴ്സ് വർക്ക്ഡ് ബൈ എംപ്ലോയീസ് ബിയോണ്ട് ദെയർ നോർമൽ വർക്കിംഗ് ഹവേഴ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ, അതായത് നോർമൽ വർക്കിംഗ് ഹവേഴ്സിന് കൂടാതെ, അതായത് ഇപ്പൊ 10 അവർ ആണ് അവരുടെ നോർമൽ വർക്കിംഗ് അവർ എന്ന് പറയുന്നത്. പക്ഷെ ആ വർക്കർ 12 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നോർമൽ വർക്കിംഗ് അവർ കൂടാതെ ആ എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ടൈം എന്ന് പറയുന്നത്. ദിസ് എക്സ്ട്രാ ടൈം ഈസ് യൂഷ്വലി പെയ്ഡ് അറ്റ് ഹയർ റേറ്റ്. നമ്മൾ ഈ എക്സ്ട്രാ ടൈം എടുക്കുന്നതിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഹയർ റേറ്റിൽ നമ്മൾ വേജസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓഫൺ അറ്റ് ഡബിൾ ദി നോർമൽ hourly rate depending on a company policy or legal requirements. അപ്പം ഇങ്ങനെ അധികം ഓവർ ടൈമിൽ സാധാരണയായിട്ട് കൂടുതൽ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞേ, വേജസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ പലപ്പോഴും ആ നോർമൽ, അതായത് നോർമൽ വർക്കിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. അത് ഓരോ കമ്പനീന്റെ ബേസിൽ, അതായത് ആ കമ്പനീന്റെ പോളിസി അതുപോലെ തന്നെ ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെ കൊടുക്കുന്നത്, ആ എക്സ്ട്രാ ടൈം ഓവർ ടൈം എടുത്ത വർക്കറിന് നമ്മൾ ഡബിൾ ആയിട്ട് പെയ്ഡ് ചെയ്യുന്നത്, റേറ്റ് കൊടുക്കുന്നത്. ഇനി റീസൺസ് ഫോർ ഓവർ ടൈം, എന്തെല്ലാം റീസൺസ് ആണ് നമ്മൾ ഓവർ ടൈമിന് ഉണ്ടാവാനുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, അർജൻസി ടു കംപ്ലീറ്റ് വർക്ക്. അതെന്താണ്, ഫസ്റ്റ് റീസൺ ആണല്ലേ. ഇപ്പം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ടൈമിൽ പറഞ്ഞു ഒരു ഡേറ്റ്, ആ ഡേറ്റിന്റെ ഉള്ളിൽ ഈ വർക്ക് തീരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈം പീരീഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓവർ ടൈം നമ്മൾ എക്സ്ട്രാ ഓവർ ടൈം എടുത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അർജൻസി ടു കംപ്ലീറ്റ് വർക്ക്, വെൻ എ വർക്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ് ക്വിക്ക്ലി ടു മീറ്റ് ഡെഡ് ലൈൻസ്, കസ്റ്റമർ റിക്വയർമെന്റ്സ് ഓർ പ്രൊഡക്ഷൻ ഗോൾസ്. അപ്പൊ എന്താ പറയുന്നത്, കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ജോലി നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന്, അതായത് അർജൻസി ആയിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നാൽ. അതാണ് ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്ക് ലോഡ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഡ്യൂറിങ് പീക്ക് പീരീഡ്സ് ഓർ വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ്. ഓരോ ടൈം പീരീഡിൽ നമുക്ക് എന്തുണ്ട്, ഡ്യൂറിങ് പീക്ക് പീരീഡ്സ്, അതായത് നമുക്ക് എന്ത് വരാം, കുറെ എക്സ്ട്രാ നമുക്ക് ലീവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ലീവ്സിലൊന്നും ഫാക്ടറി എല്ലാം ക്ലോസ് ചെയ്തിട്ടാൽ അത്രയും പീരീഡ്സിൽ നമുക്ക് വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പൊ അതെല്ലാം കൂടി ഒരു ടൈമിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇൻക്രീസ് ഇൻ വർക്ക് ലോഡ് ആയിട്ട് പറയാം. ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ് പറഞ്ഞാല് ഫീവർ വർക്കർ ദാൻ നീഡഡ് ടു മീറ്റ് പ്രൊഡക്ഷൻ ഗോൾസ്. അതായത് ലേബേഴ്സിന്റെ കുറവാണ് അതിലായിട്ട് പറയുന്നത്. ഇപ്പം ലേബേഴ്സ് കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉള്ള ലേബേഴ്സിന് കൂടുതൽ ജോലി എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കേണ്ടതായിട്ട് വരും. കാരണം വർക്കേഴ്സ് കുറഞ്ഞാല് ആ ഒരു ജോലി ഭാരം എന്ത് ചെയ്യാണ്, കൂടാണ്. അപ്പം അതിൽ ബാക്കി വന്ന എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ത് ചെയ്യേണ്ടി വരും, ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്താലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സക്സസ് ആവാനായിട്ട് കഴിയുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സീസണൽ ഡിമാൻഡ് ആണ്. സീസണൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സം ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഡ്യൂറിങ് certain seasons requiring additional working hours. സീസണൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ചില ഇൻഡസ്ട്രീസിൽ സീസണിലാണ് സീസൺ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്ഷന്റെ നീഡ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് ഓരോ സീസണിലും ഓരോ സ്പെസിഫിക് പ്രൊഡക്ട്സിനാണ് ഡിമാൻഡ് കൂടുന്നുണ്ടാവുക. ഇപ്പൊ സമ്മർ സീസൺ വരുമ്പോൾ ആ ഒരു സമ്മർ സീസൺ ബേസ് ചെയ്തിട്ടേക്കാണ് അവരുടെ നീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അർജൻസി ഡ്യൂ ടു കസ്റ്റമർ ഓർഡേഴ്സ്, അതിലെന്താ പറയുന്നത്, വെൻ എ ക്ലയന്റ് റിക്വയർസ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം. അതായത് നമ്മുടെ ക്ലയന്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെസിഫിക് ടൈമിൽ അവർക്ക് തന്നിട്ടുള്ള വർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെന്താണ്, കസ്റ്റമറിന്റെ ഓർഡേഴ്സിൽ ഒരു അർജൻസി അല്ലേ. അപ്പം ഇത്രയും റീസൺസ് ആണ് എന്തിൽ പറയുന്നത്, ഓവർ ടൈമിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ടൈം കോസ്റ്റിംഗ് അക്കൗണ്ട്സ് ആണ് കേട്ടോ. അപ്പം ഓവർ ടൈം എന്താ നമ്മൾ പറഞ്ഞു അല്ലേ.
ഓവർ ടൈം എന്താന്ന് പറഞ്ഞു, അതിന്റെ റീസൺസ് എന്താന്നും പറഞ്ഞു. ഇനി അതിന്റെ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഓവർ ടൈം കോസ്റ്റ് ഷുഡ് ബി ഹാൻഡിൽ ആസ് ഫോളോസ്. ഓവർ ടൈം ഡ്യൂ ടു കസ്റ്റമേഴ്സ് ഏജൻസി. അപ്പൊ നമ്മൾ പറഞ്ഞ കസ്റ്റമറിന്റെ അർജൻസി ബേസ് ചെയ്തിട്ട് നമ്മൾ ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പം ചാർജിന് ഡയറക്ട്ലി ഇത് ജോബ് ബി വർക്ക്ഡ് ഓൺ. അപ്പം നമ്മളെ കസ്റ്റമേഴ്സിന്റെ ബേസ് അനുസരിച്ചിട്ട്, അവരുടെ നീഡ് അനുസരിച്ചിട്ട്, അവരുടെ ഏർജൻസി ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം അതിലെന്താ പറഞ്ഞത്, ചാർജ് ഡയറക്ട്ലി ടു ദി ജോബ് ബീങ് വർക്ക് ഓൺ. അതെന്ത് ചെയ്യണം, അപ്പം കസ്റ്റമേഴ്സിന്റെ അർജൻസി ആവശ്യത്തിൽ നിന്നിട്ടുള്ള ഓവർ ടൈം നമ്മൾ എന്താ ചെയ്യുന്നത്, ജോലിക്കായിട്ട് ജോബിനായിട്ട് ഡയറക്ട്ലി ചാർജ് ചെയ്യണം. കാരണം എന്താണ്, ജോലിന്റെ അല്ലെങ്കിൽ ആ ജോബിന്റെ കംപ്ലീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ അർജന്റ് ഓർഡർ നീഡ്സ് ടു ബി കംപ്ലീറ്റഡ് ആൻഡ് ഓവർ ടൈം കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ദാറ്റ് ജോബ്. ഒരു അർജന്റ് ഓർഡർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓവർ ടൈം കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ജോബിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു അത്യാവശ്യമായിട്ടുള്ള ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി കൊടുത്താല് ഓവർ ടൈം കോസ്റ്റ് ജോലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജോബിനെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓവർ ടൈം ഡ്യൂ ടു ജനറൽ വർക്ക് പ്രഷർ ഓർ വർക്ക് ലോഡ് അല്ലേ. അങ്ങനെ പറയുമ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാല്, ഇപ്പം നോർമൽ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണത്, ജനറൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, വർക്ക് ലോഡ് ഓവർ ടൈം ആണ് അല്ലേ. അപ്പം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഓവർ ഹെഡ് ഉണ്ടാവില്ല, ടോട്ടൽ ഓവർ ഹെഡ് ആയി ചാർജ് ചെയ്യുന്ന ടോട്ടൽ ഓവർ ഹെഡുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യണം. അപ്പൊ ചാർജ് ടു ജനറൽ ഓവർ ഹെഡ്. ഓക്കെ, ആസ് ഇറ്റ് അപ്ലൈസ് ടു ദി ഓവറോൾ ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. അതിലെന്താ പറയുന്നത്, എന്തുകൊണ്ടാണ്, കാരണം ഇത് കമ്പനിയുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ പ്രവർത്തനമായിട്ട് എന്താ ബേസ് ചെയ്തില്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് നിൽക്കുന്നത്, ഈ ഓവർ ഹെഡുകൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിളാണ് പറയുന്നത്, ഓവർ ടൈം നീഡഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ അക്രോസ് ദി ഫാക്ടറി. അപ്പം എന്താണ് എക്സാമ്പിൾ പറയുന്നത്, എക്സാമ്പിള് ഫാക്ടറിയില് പ്രൊഡക്ഷന്റെ ഇൻക്രീസിംഗിൽ എന്താണ് ഓവർ ടൈം എന്താന്നാ പറയുന്നത്, ആവശ്യമാണെന്നാ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓവർ ടൈം ഡ്യൂ ടു ഡിലേസ് ഇൻ സ്കെഡ്യൂൾസ്. അതിലെന്താ, ചാർജ്ഡ് ടു ദി സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഡിലേസ് ഇൻ പ്രൊഡക്ഷൻ. അപ്പം ഡിലേസ് ഇൻ സ്കെഡ്യൂൾ ആണല്ലേ, അതായത് നമുക്ക് ഒരു ടൈം പീരീഡ് കാലതാമസം കൊണ്ടുള്ള ഓവർ ടൈം ആണ് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ചാർജ് ദി സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്, എന്തിനാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത്, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞത്, ദാറ്റ് എക്സ്പീരിയൻസ് ഡിലേ ഇൻ പ്രൊഡക്ഷൻ. അതെന്താണ്, അവർക്ക് എന്താ എക്സ്പീരിയൻസ് ഡിലേസ് ഇൻ പ്രൊഡക്ഷനിലെ ഒരു ഡിലേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം അവർ എവിടെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത് അല്ലെ. അപ്പം എക്സാമ്പിൾ എന്താ പറയുന്നത്, എ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഫെൽ ബിഹൈൻഡ് ഇറ്റ്സ് സ്കെഡ്യൂൾ റിക്വയർസ് ഓവർ ടൈം ടു മേക്ക് അപ്പ് ഫോർ ലോസ്റ്റ് ടൈം. എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയുന്നത്, നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓവർ ടൈം എന്താണ് അവിടെ ആവശ്യമെന്നാണ് സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓവർ ടൈം ഡ്യൂ ടു അൺഅവോയ്ഡബിൾ കോസസ് അല്ലേ. അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസിന്, അതായത് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത
കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന എന്ത് ഓവർ ടൈം അല്ലേ. അപ്പം അതിലെന്താ ചാർജ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് എവിടെയാണ് ചാർജ് ചെയ്യുന്ന പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അത് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇഫ് ദി ഓവർ ടൈം ഈസ് കോസ്ഡ് ബൈ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് ലൈക്ക് എക്വിപ്മെന്റ് ഫെയിലിയർ ഓർ എക്സ്റ്റേണൽ ഇഷ്യൂസ്. നമ്മൾ എവിടെയാണ് ചാർജ് ചെയ്യുന്നത് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ ഒരു ഓവർ ടൈം അല്ലെങ്കിൽ ഈ ഒരു കോസസ് ഉണ്ടാവുന്നത്. അതായത് അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അത് നമ്മളുമായി ബന്ധപ്പെട്ട കോസസ് അല്ലേ. അത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നായിട്ട് കാരണം എന്തുണ്ടാവുന്നത്? ആ ഒരു കോസസ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത്? ഓവർ ടൈം റിക്വയർഡ് ഡ്യൂ ടു പവർ ഫെയിലിയർ ഓർ മെറ്റീരിയൽ ഷോർട്ടേജ്. മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ്, അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ഫെയിലിയർ, അതൊക്കെ എന്താണ് ഇതിന്റെ അൺഅവോയ്ഡബിൾ കോസസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഓവർ ടൈം ഡ്യൂ ടു സീസണൽ റഷ് ഓർ പീക്ക് ലോഡ്. അപ്പം ഇത് ഓവർ ടൈം ഡ്യൂ ടു സീസണൽ റഷ്. സീസണൽ റഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസൺ ഓരോ സീസൺ അനുസരിച്ച് ഞാൻ പറഞ്ഞു ഓരോ ആവശ്യങ്ങളാണ് അല്ലേ. അപ്പം സീസണൽ ആവശ്യം മൂലമുള്ള ഓവർ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ട്രീറ്റഡ് ആസ് പ്രൈം കോസ്റ്റ്. ഇത് നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രൈം കോസ്റ്റ് ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ കാരണം എന്താണ്? ഡയറക്ട്ലി റിലേറ്റ്സ് ടു ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടു മീറ്റ് സീസണൽ ഡിമാൻഡ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സീസണിൽ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ, അതായത് സീസണിൽ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ശേഷി ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ദി ഹോളിഡേ സീസണിങ് റിക്വയറിങ് ഓവർ ടൈം. ഓക്കെ. അപ്പൊ ഒരു ക്രിസ്മസിന്റെ സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്മസിന്റെ സമയത്ത്, വെക്കേഷന്റെ സമയത്തൊക്കെ എന്തൊക്കെ നമുക്ക് നീഡ്സ് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത്? അവരുടെ കോസസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ലേബർ ടേൺ ഓവർ ആണ്. ലേബർ ടേൺ ഓവർ, അതിന്റെ മെഷർമെന്റ് ഓഫ് മെത്തേഡ്സ്, കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ, എഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ, കൺട്രോൾ ഓഫ് ലേബർ ടേൺ ഓവർ. ഇത്രയും പോർഷൻസ് കഴിഞ്ഞാൽ നമ്മുടെ 6th യൂണിറ്റ് കംപ്ലീറ്റ് ആകും. അപ്പം നമ്മൾ എന്താ പറയുന്നത്? ലേബർ ടേൺ ഓവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ ടേൺ ഓവർ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വർക്കേഴ്സ് ലീവ് ആൻഡ് ആർ റീപ്ലേസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓവർ എ പീരീഡ്. അപ്പം എന്താണ് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാല്? ലേബർ ടേൺ ഓവർ ഇസ് റേറ്റ്. എന്താണ്? ഒരു റേറ്റ് ആണല്ലേ. അറ്റ് വിച്ച് വർക്കേഴ്സ് ലീവ് ആൻഡ് റീപ്ലേസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സ് അവിടെ നിന്ന് പോകുമ്പോഴും, ലീവ് ആൻഡ് റീപ്ലേസ്ഡ്, അവിടുന്ന് മാറിപ്പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോ ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയാല് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വേറെ പോകേണ്ടി വരുമല്ലോ. ഇൻ ആൻ ഓർഗനൈസേഷൻ ഓവർ എ പീരീഡ്. ഒരു സമയത്ത് ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന്റെ ലീവ് ആൻഡ് റീപ്ലേസ്ഡ് അല്ലേ. വർക്കേഴ്സ് എന്ത് ചെയ്യാണ്? പോകുന്നതും അതുപോലെ തന്നെ പുതിയ വർക്കേഴ്സ് ആ ഓർഗനൈസേഷനിലേക്ക് വരുന്നതും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാല്. അപ്പം ഒരു ടൈം പീരീഡിൽ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുപോകുന്നുണ്ട്, അതായത് ലീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷനിക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ? ഹൈ ടേൺ ഓവർ ക്യാൻ ഡിസ്ട്രപ്റ്റ് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആൻഡ് റെഡ്യൂസ് ഓവറാൾ എഫിഷ്യൻസി. അതെന്താ പറയുന്നത്? ഉയർന്ന ടേൺ ഓവർ പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്ത്, റെഡ്യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ലേബർ ടേൺ ഓവർ ചെയ്യുന്നത്. സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്,
അതാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുന്നത്. അപ്പം ലേബർ ടേൺ ഓവർ എന്താണെന്നാ പറഞ്ഞത് ഇതുവരെ. ഇനി അതിന്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ മെത്തേഡ്. സെപ്പറേഷൻ മെത്തേഡിൽ എന്താ പറയുന്നത്? ലേബർ ടേൺ ഓവർ ഈക്വൽ ടു നമ്പർ ഓഫ് വർക്കേഴ്സ് ഹു ലെഫ്റ്റ് ഡ്യൂറിങ് പീരീഡ്. അപ്പം എത്ര വർക്കേഴ്സ് ആണ് ഈ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഇവിടെ നിന്നും പോയത്, ഈ ഒരു ഓർഗനൈസേഷനിൽ പോയത് എത്ര എണ്ണമാണ്, അവരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത്? ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോള്. അതായത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഇപ്പോ നിലവിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ നമ്പർ വെച്ചിട്ട് ഇൻറ്റു 100. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും? ലേബർ ടേൺ ഓവർ സെപ്പറേഷൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് റീപ്ലേസ്മെന്റ് മെത്തേഡാണ്. റീപ്ലേസ്മെന്റ് മെത്തേഡിൽ ലേബർ ടേൺ ഓവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിങ് പീരീഡ്. നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ആ ഒരു വർക്കേഴ്സിന് പോയവരുടേതാണ് അല്ലെ. ഇനി ഇപ്പൊ കാണുന്നത് ആരുടെയാണ്? റീപ്ലേസ്മെന്റ് മെത്തേഡ് അല്ലേ. അപ്പം ഇതിലിപ്പോ റീപ്ലേസ് ചെയ്ത് വന്നവരുടെ നമ്പറാണ്. അപ്പൊ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിങ് പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ എ റോൾ ഇൻറ്റു 100. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ലേബർ ടേൺ ഓവർ അണ്ടർ റീപ്ലേസ്മെന്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നെക്സ്റ്റ് പറയുന്നത് കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ ആണ്. ലേബർ ടേൺ ഓവറിന്റെ കാരണങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോണത്. അപ്പം എന്തൊക്കെയാ കോസസ് പറയുന്നത്? അവോയ്ഡബിൾ കോസസ്. നമ്മൾ മറ്റേ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലെല്ലാം പറഞ്ഞ പോലെ തന്നെ അവോയ്ഡബിളും അൺഅവോയ്ഡബിളും പറയാനുണ്ടാവുന്നത്. അപ്പം അവോയ്ഡബിൾ കോസസിൽ എന്തൊക്കെയാ പറയുന്നത്? മിസ്മാച്ച് ബിറ്റ്വീൻ ജോബ് ആൻഡ് വർക്കർ. അപ്പം ജോലിയും അതുപോലെ തന്നെ ജോബും അതുപോലെ തന്നെ ആ ഒരു വർക്കറും തമ്മിൽ എന്തില്ല? ഒരു മാച്ചില്ല, ഒരു മിസ്മാച്ച് ആണ്. അതെന്താണ്? ഒരു അവോയ്ഡബിൾ കോസ് അല്ലേ. ഇനി നെക്സ്റ്റ് ലോ വേജസ് ആൻഡ് പുവർ ഇൻസെന്റീവ്സ്. കുറഞ്ഞ വേജസ് ആണ് അല്ലെ, വേതന നിരക്കാണ്. കുറഞ്ഞ വേജസും അതുപോലെ തന്നെ എന്താണ്? ഇൻസെന്റീവ്സ് എന്തില്ല? ഇല്ല. ബാഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ പുവർ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ഓർ സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് കരിയർ അഡ്വാൻസ്മെന്റ് ആൻഡ് ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? അവോയ്ഡബിൾ കോസസ് ആയിട്ട് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. എന്ത്? ഒന്ന് ബെറ്റർ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചാൽ, ട്രൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇത്രയും കാരണങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. ഇനി നെക്സ്റ്റ് പറയുന്നത് അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അതായത് നമുക്ക് കഴിയാത്തത്, അൺഅവോയ്ഡബിൾ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള കോസസ് ആണ്. അതായത് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. മാരേജ് ഓർ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, സിക്നെസ്, ആക്സിഡന്റ് ഓർ ഡിസബിലിറ്റി, റിലൊക്കേഷൻ ഓഫ് വർക്കേഴ്സ്, സീസണൽ നേച്ചർ ഓഫ് വർക്ക്, ലേ ഓഫ്, റിട്രെൻച്ച്മെന്റ് ഓർ ഗവൺമെന്റ് റെഗുലേഷൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത്? അൺഅവോയ്ഡബിൾ കോസസ് ആയിട്ട് പറയുന്നത്. ഇനി അതില് പറയുന്നത് എന്താ? എഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവറിന്റെ എഫക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ എഫക്ട്സ് ഉണ്ട് ലേബർ ടേൺ ഓവറിന്? ഇൻക്രീസ്ഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്. റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലേബർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ലേബറിന് വേണ്ടിയിട്ട്. പിന്നെ ലോസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ്, ലോവർ പ്രൊഡക്ടിവിറ്റി. അതായത് ലോവർ പ്രൊഡക്ടിവിറ്റി കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഡിസ്ട്രപ്ഷൻ ഓഫ് വർക്കേഴ്സ് ഷെഡ്യൂൾസ് ആൻഡ് ഡെഡ് ലൈൻസ്. നമ്മളെ ജോബിന്റെ സ്കെഡ്യൂൾസും അതുപോലെ തന്നെ ഡെഡ് ലൈനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രപ്ഷൻ, തടസ്സപ്പെടുന്നുണ്ട്. ഇനി ഹയർ വേജസ് ആൻഡ് ഡിഫക്ട്സ് ബൈ ഇൻഎക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്. അതായത് പുതുതായിട്ട് ചേർന്നവരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ്, അതായത് പുതുതായിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ വന്നവരല്ലേ, അവർക്ക് എന്തില്ല, അവരെ കൊണ്ട് എന്തുണ്ട്? നമുക്ക്
കൂടുതലായിട്ടുള്ള വേസ്റ്റേജ് അതുപോലെ തന്നെ ഡിഫക്ട്സ് എന്ത് അതിന് ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് റെഡ്യൂസ്ഡ് മൊറൽ ആൻഡ് ടീം കൊഹഷൻ. ടീമിന്റെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൊറൽ അതുപോലെ തന്നെ കൊഹഷൻ, അവരെ ഉത്സാഹമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ്ഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എഫക്ട്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ലേബർ ടേൺ ഓവർ ആണ്. ഒരു ലേബർ ടേൺ ഓവർ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും, അതാണ് ഇനി പറയാൻ വേണ്ടി പോണത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷ് സൗണ്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് പോളിസീസ്. അതിലെന്താണ് എസ്റ്റാബ്ലിഷ് സൗണ്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മികച്ച ഒരു ട്രെയിനിങ് എന്ത് ചെയ്യുക, നമ്മള് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതായത് നടപ്പിലാക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഓഫർ കോമ്പറ്റേറ്റീവ് വേജസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഒരു കോമ്പറ്റേറ്റീവ് വേജസ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഓഫർ ചെയ്യണം. വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ എന്ത് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷൻ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഒരു ബെറ്റർ ഫ്ലോയിൽ എന്ത് ചെയ്യും, പോവും. ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ പ്രോഫിറ്റബിലിറ്റി ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഓഫർ ഓഫ് കോമ്പറ്റേറ്റീവ് വേജസ് ആൻഡ് ബെനിഫിറ്റ്സ്. അതെല്ലാം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് വേജസും അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓഫർ ചെയ്യണം. ഇനി ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് വെൽഫെയർ ഫെസിലിറ്റീസ്. അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവരുടെ അടുത്തെല്ലാം ചെന്നിട്ട് എന്തെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുക. അവരുടെ ഫാമിലി ബേസ്ഡ് അതൊക്കെ അവർക്ക് എന്താ പറയാ, വർക്കേഴ്സിന് ഒന്നുകൂടി അവരെ അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വർക്കേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ അവരെ വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വെൽഫെയർ ഫെസിലിറ്റീസും. ഇനി ക്രിയേറ്റ് ക്ലിയർ കരിയർ പാത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. കാരണം അവർക്ക് ഈ വർക്കിലൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അവരുടെ പ്രൊമോഷൻ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ജോബിനും സ്പെസിഫിക് ക്രിയേറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ വർക്കേഴ്സിനെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരുടെ കരിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എൻകറേജ് വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വർക്കേഴ്സിനെയും ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യണം. അവരുടെ ഡിസിഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും, അവർക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും, എങ്ങനെയൊക്കെ വർക്കിന്റെ മെത്തേഡ്സ് മാറ്റാനായിട്ട് കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, വർക്കേഴ്സിൽ നിന്നിട്ടും കൂടി ആ ഒരു ഡിസിഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. ഇനി പ്രോംപ്റ്റ്ലി അഡ്രസ് ഗ്രീവൻസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഗുഡ് സൂപ്പർവിഷൻ റിലേഷൻഷിപ്പ്. അതിലെന്താ പറയുന്നത്, ഇപ്പം വർക്കേഴ്സിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതൊന്ന് ആയിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എ റിക്രിയേഷണൽ മെഡിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം, റിക്രിയേഷണൽ മെഡിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അതായത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് ട്രിപ്സ്, വിനോദയാത്ര ഒക്കെ ഇല്ലേ, അപ്പം ട്രിപ്സ് അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, അവർക്കുള്ള അങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6th യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 6th യൂണിറ്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടു കൂടി 6th യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാ, ഏത് രീതിക്ക് ഈ രീതിക്ക് ഒന്ന് ക്ലാസ് എടുത്ത് പോകുമ്പോൾ മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങളത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ 6th യൂണിറ്റില്. ദെൻ അടുത്ത ക്ലാസ്സിൽ ഈ വീക്ക് ഫുള്ള് ക്ലാസ് ഉണ്ട്. എക്സാം ആവാറായി, ജൂണിലാണ് എക്സാം. അപ്പൊ അതാകുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യണം, ഫുള്ള് കവർ ചെയ്യണം. ഞാൻ എൻ്റെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇനിയും ഉണ്ട് ഒരുപാട് യൂണിറ്റ്സ് കവർ ചെയ്യാനായിട്ട്. ഒരു 90 യൂണിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ 5th യൂണിറ്റ് 6th യൂണിറ്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്.
പിന്നെ അത് മാത്രല്ല പ്രോബ്ലം പേപ്പർ അല്ലേ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ആകും. അപ്പൊ നമ്മള് ഈ ഒരു വീക്ക് ഫുള്ള് ക്ലാസ് എടുക്കുന്നുണ്ടേ. അപ്പം എല്ലാരും കേൾക്കാനായിട്ട് ശ്രമിക്കാം.